ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. പിന്നെ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്, കർക്കിടക വാവാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ഒരു 1-2 ഓട്ടം കഴിഞ്ഞു, വെളുപ്പിനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നേരെ അത് ഓഫ്ലൈൻ ട്രിപ്പായിരുന്നു. ഇനി നമ്മൾ ഓൺലൈൻ ട്രിപ്പിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് CNG ഒക്കെ ഒന്ന് അടിക്കണം. CNG അടിച്ചതിന് ശേഷം നമുക്ക് ഓൺലൈൻ ട്രിപ്പിലോട്ട് കയറാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം CNG അടിക്കാൻ പോകാം. അപ്പോൾ നമ്മളങ്ങനെ CNG ഫില്ലിംഗ് സ്റ്റേഷനിലെത്തി. ലോഡും വണ്ടി ഇല്ല, ലോഡും വണ്ടി പോയി. ഇവിടെ എങ്ങനെയാണ് പ്രഷർ എന്ന് പറഞ്ഞു. ഇവിടെ അടിക്കുമ്പോഴൊക്കെ എനിക്ക് മൈലേജ് നല്ല വേരിയേഷനിലാണ് കിട്ടുന്നത്. എന്നാലും നമുക്ക് വരാൻ എളുപ്പവും ആക്സസ് കൂടുതലും ഹൈവേ വഴി വരുമ്പോൾ ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. എന്തായാലും പ്രഷറോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ CNG ഒക്കെ അടിച്ചു. യൂബറൊക്കെ ഓൺ ചെയ്തു. ഇനി നമുക്ക് നേരെ ട്രിവാൻഡ്രം സിറ്റി ലക്ഷ്യമായി പോകാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഉച്ചക്കട എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തി. ഉച്ചക്കട എന്ന് പറയുന്ന പേരുള്ള സ്ഥലം ഒരുപാടുണ്ട്. ഇത് വിഴിഞ്ഞം ഉച്ചക്കട. ബാലരാമപുരത്തുനിന്ന് റൈറ്റ് കയറി നേരെ വിഴിഞ്ഞം പോകുന്ന വഴിക്കുള്ള ഉച്ചക്കട. ചെറിയൊരു ടൗണാണ്. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാലരാമപുരം എത്തി. നമ്മൾ ഉച്ചക്കട ജംഗ്ഷനെല്ലാം കഴിഞ്ഞ് മംഗളത്തോണം കഴിഞ്ഞ് ബാലനാട് ജംഗ്ഷനെത്തി. ഇവിടെ നിറച്ച് 2 സൈഡും പച്ച കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. 1501ാമത് നബിദിന ആചരണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. അപ്പോൾ അതിൻ്റെ ഒരു കൊടി വയ്പ്പാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ ബാലനാവരം ജംഗ്ഷൻ എത്തി. ഇത് തിരക്കൊന്നുമില്ല, ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നുമല്ല, നിറച്ച ആളുകളുണ്ടാവും. നമ്മളങ്ങനെ ബാലനാവരം ജംഗ്ഷൻ കഴിഞ്ഞു. ഇന്ന് കടകളൊക്കെ അത്യാവശ്യം കുറവായിരിക്കും. രാവിലെ കാപ്പി ഒന്നും കുടിച്ചില്ല. രാവിലെ കാപ്പി കുടിക്കണം. കടകളൊക്കെ തുറക്കും. ഇവിടെയൊക്കെ കടകളൊരു 3-4 എണ്ണം നോക്കിയപ്പോൾ അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇനി ഉച്ചയൊക്കെ ആകുമ്പോൾ തുറക്കുമെങ്കിലേ ഉള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. നമ്മൾ വെടിവെച്ചാങ്കോവിൽ ജംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ നേരെ നമുക്ക് തമ്പാനൂർ ലക്ഷ്യമാക്കി പോകാം. ഇതുവരെ വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. ആ ഒരു പ്രതീക്ഷ വേണ്ട എന്നാണ് യൂബർ പറയുന്നത്. കാരണം ഇന്ന് അവധിയാണ്. യൂബർ ആയാലും കേരള സവാരി ആയാലും പറയുന്നത് അങ്ങനെയാണ്. എന്തായാലും ഓക്കെ, വരുമ്പോലെയൊക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ തമ്പാനൂരിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പ്രാവച്ചമ്പലം കഴിഞ്ഞു. ഈ സൈഡിൽ കാണുന്ന ഉണങ്ങി നിൽക്കുന്ന പുല്ലെല്ലാം
മറ്റേ മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ടിട്ട് പോയേക്കാണ്. ഒരു രൂപ ട്രിപ്പ് മാച്ചിങ് വന്നു. 2 കിലോമീറ്റർ പിക്കപ്പ്, കിംസിൽ ഡ്രോപ്പ്. അത് വന്നതുപോലെ തിരിച്ചു പോയി. ഈ മാച്ചിങ് അടിക്കുന്നത് എനിക്ക് ഒരു വല്ലാത്തൊരു ഇതാണ്. മാച്ചിങ് വേണ്ട എന്നുള്ള രീതിയാണ്. നമുക്ക് ഇനി തന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചെടുത്തളയും. നല്ല റേറ്റൊക്കെ ഉള്ള ട്രിപ്പായിരിക്കും, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ആ സൈഡിലുള്ള പുല്ലെല്ലാം വെട്ടി റോഡിലിട്ട് അത് അവിടെ കിടന്ന് ഇങ്ങനെ കൂമ്പാരം കൂട്ടി അവിടെ നിന്നതിനേക്കാൾ വൃത്തികേടായിട്ടാണ് ഇപ്പൊ റോഡ് കിടക്കുന്നത്. ഇവിടെയൊക്കെ പിന്നെയും കുഴപ്പമില്ല, എല്ലാം തൂത്തുകൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു ഇതുമില്ലാതെ അങ്ങനെ കിടക്കുക. ഇതൊക്കെ ഇനി എന്ന് ചെയ്യുമോ എന്തോ. നമ്മൾ വെള്ളയാണ് എത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പാപ്പനംകോട് എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കി. അങ്ങനെ നിന്ന് നോക്കി ട്രിപ്പൊന്നും അടിക്കാതായപ്പോൾ ഞാൻ പതുക്കെ കൈമനം സൈഡിലോട്ട് വന്നു. അവിടെ ട്രാഫിക് സിഗ്നലിൽ നിന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അത് വെള്ളയമ്പലമാണ് കൊണ്ടാക്കേണ്ടത്. അപ്പോൾ അത് ഇവിടെ അടുത്തെവിടെയാണ് കസ്റ്റമർ എത്തിക്കുന്നത്. 100-200 മീറ്റർ അടുത്താണ്. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ BSNL പാപ്പനംകോടുള്ള BSNLൻ്റെ അകത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പാപ്പനംകോട് BSNL ട്രെയിനിങ് സെൻറ്ററിൽ നിന്നാണ് ട്രിപ്പ് കിട്ടിയത്. അതിവിടെ വെള്ളയമ്പലത്തുള്ള സീഡാക്കിലായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് കൊണ്ടാക്കി മാനവീയം റോഡ് വഴി തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അത് പഴവങ്ങാടി നിന്നാണ് പിക്കപ്പ്. പഴവങ്ങാടിയിൽ നിന്നെടുത്ത് ജഡായു പോകണം, തിരിച്ചു വരണം. അപ്പോൾ അതാണ് നമ്മൾ ട്രിപ്പ്. അപ്പോൾ എന്തായാലും അത് എടുത്തു. കസ്റ്റമറെ വിളിച്ചു. കസ്റ്റമർ പറഞ്ഞു ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഹോട്ടലിൻ്റെ അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ വഴുതക്കാടെത്തി. അപ്പോൾ എന്തായാലും നമുക്ക് പഴവങ്ങാടി സൈഡിൽ പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇവിടെ പഴവങ്ങാടി എത്തി. ഇനി ഗസ്റ്റിനെ പിക്ക് ചെയ്യണം. ഇനി നേരെ ജഡായു പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ജഡായുവിലെത്തി. വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് മഴ തുടങ്ങി ചെറുതായിട്ട്. പിന്നെ നേരെ നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ജഡായുവിലെ പാർക്കിങ്ങിലൊക്കെ കിടന്നു. കസ്റ്റമർ കേബിൾ കാർ വഴി മുകളിലൊക്കെ പോയി ഒക്കെ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പാർക്കിങ്ങിൽ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പാർക്കിങ്ങിൻ്റെ എക്സിറ്റ് ഗേറ്റിലോട്ട് പോകാം. അവിടെ കിടക്കുമ്പോൾ ഇവിടെ ഇടാം വണ്ടി. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു. അവർക്ക് വരുന്ന വഴി ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ചട്നി മാമി റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കയറി അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞപ്പോൾ
പറയുന്നു അത് ഭയങ്കര എക്സ്പെൻസീവാണ്, അത് വേണ്ട. അപ്പോൾ പിന്നെ വേറൊരു ചെറിയൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി CNG അടിക്കാറായി, 3 പോയിൻ്റേ ഉള്ളൂ. നമുക്ക് എന്തായാലും അത്രയും തീരുന്നത് വരെ ഓടാം. ഇനി നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്ന് നോക്കി ലൊക്കേഷനിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ ജഡായിലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ വണ്ടി എടുത്ത് നേരെ തമ്പാനൂർ സൈഡ് കൊണ്ടിട്ടു. തൈക്കാട് തമ്പാനൂർ സൈഡ് കൊണ്ടിട്ടായിരുന്നു. അവിടെ ഒരു 2-2.5 മണിക്കൂർ കിടന്ന് പോസ്റ്റായി. എന്നിട്ടും ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ അവിടെ നിന്ന് നേരെ എടുത്ത് വെള്ളയമ്പലം വഴിയൊക്കെ ഒരു കറക്കം കറങ്ങി. വെള്ളയമ്പലം, കവടിയാറ്, വട്ടം അതുവഴിയൊക്കെ ഒരു കറക്കം കറങ്ങി. ഒന്നും അടിച്ചില്ല. യൂബർ, വോലയും റാപ്പിഡൊക്കെ ഓണാക്കിയിട്ടിരുന്നു, ഒന്നും അടിച്ചില്ല. പിന്നെ അങ്ങനെ ഒന്നും അടിക്കാതെ നേരെ എന്നാൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, വിശപ്പും അടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ പട്ടം വഴി നേരെ വെൺപാലവട്ടം പോയി അവിടെ വണ്ടി ഒതുക്കിയിട്ട് എല്ലാം കഴിച്ചിട്ട് CNG അടിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പൊതുവെ വണ്ടികൾക്കൊന്നും ഓട്ടോ ഇല്ല, എല്ലാവർക്കും 1-2 ട്രിപ്പുകളൊക്കെ തന്നെയാണ് കിട്ടിയെന്ന് പറയുന്നു. കാരണം ഇന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കണം. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ ഇന്നത്തെ ഓട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് എന്നിട്ട് CNG അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. ബാക്കി ഓട്ടത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.